ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ എസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റത്തെ കുറിച്ചാണ്. 2024-25 സമയത്ത് നടക്കുന്ന വ്യാഴത്തിന്റെ രാശിമാറ്റം. മെയ് 1 തീയതിയാണല്ലേ രാശി മാറുന്നത്. മെയ് 1 രാശി എങ്ങോട്ടാണ്? മീനം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്കാണ് എന്താ വ്യാഴത്തിന്റെ ഗുരു അല്ലെ ബൃഹസ്പതിയുടെ രാശി മാറ്റം എന്ന് പറയുന്ന പൊതുവെ വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹമാണ്. സോ എന്താണ് എല്ലാവർക്കും നല്ല ഫലങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് അല്ലെ. ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് അതിൻ്റെതായ പ്രത്യേകത ഉണ്ട്. പൊതുവെ പണപരമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തിക ധന സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ പൊതുവെ നേട്ടങ്ങൾ നൽകുന്ന വ്യാഴമാണ്. ഓക്കെ, നേട്ടങ്ങൾ നൽകുന്ന വ്യാഴമാണ്. അപ്പൊ എല്ലാവർക്കും നൽകുമോ നമുക്ക് വലിയ മനസ്സിലാക്കാം. അപ്പൊ ഓരോ കൂറുകാരുടെ ഫലം നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. അപ്പം ഒന്നെങ്കിൽ വ്യാഴം എന്ത് ചെയ്യും, നല്ല സാമ്പത്തികമായിട്ട് നമുക്ക് ഉയർച്ച നൽകും, അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ വരുത്തും. അതാണ് ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താണ് പൊതുവെ വീഡിയോയിലേക്ക് കിടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ധനുരാശി സംബന്ധിച്ചോളം എന്താണ് 1, 4 ഭാവത്തിനായ വ്യാഴം 5-ൽ നിന്നും 4-ലേക്ക് മാറുകയാണ്. അപ്പൊ ഇത്രകാലം അനുകൂലമായിരുന്ന വ്യാഴം എന്താണ് കുറച്ച് മോശമായ അവസ്ഥയിലേക്ക്. ശനി ഇവർക്ക് 3-ലും, രാഹു കേതു ഇവർക്ക് കുഴപ്പമില്ല, നല്ല പൊസിഷനിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ വ്യാഴം 6-ലേക്ക് മാറുമ്പോൾ ഇത് മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വ്യാഴം എന്ന് പറയുന്ന രാശി അധിപനാണ്. അപ്പൊ രാശി അധിപൻ, ലഗ്നാധിപനൊക്കെ എവിടെ നിന്നാലും എന്താണ് ആക്റ്റീവായിട്ട് ഫലത്തെ നൽകുന്നവരാണ്. ആ കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇവരെന്ത് ചെയ്യണ്ട, 2, 10, 12 ഭാവങ്ങളിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടിയുമുണ്ട്. പക്ഷെ ഇവരെ എന്താണ് ശത്രുക്കള്, പ്രശ്നങ്ങള്, അനാവശ്യമായ ചെലവുകള്, പ്രശ്നങ്ങള്, സാമ്പത്തികമായ തടസ്സങ്ങൾ ഇതൊന്നും വരുത്തി വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉത്തമമായിരിക്കും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ കാര്യങ്ങൾക്ക് നമ്മൾ അനാവശ്യമായ സംസാരം കുറയ്ക്കുക, അനാവശ്യമായ കർമ്മമണ്ഡലത്തിൽ നമ്മൾ ചുമ്മാ കുശുമ്പ് കാണിക്കാതിരിക്കുക, ഈഗോ വർക്കൗട്ട് ആക്കാതിരിക്കുക, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക, ബാലൻസ്ഡ് ആയിരിക്കാൻ ശ്രമിക്കുക. മെഡിറ്റേഷൻ അതായത് യോഗ പ്രാക്ടീസ് ചെയ്യാൻ ഉത്തമമായിരിക്കും. ധനുരാശിയെ സംബന്ധിച്ചാലും ഇത്ര നാൾ ഒരു പൊതുവെ കുഴപ്പമില്ലാതെ നല്ല സിറ്റുവേഷനാണ്. പക്ഷെ ഇനി അങ്ങോട്ടെന്ന് പറയുന്നത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിലേക്ക് വരാം. കാരണം ഇത്ര നാളും 5-ൽ നിന്ന് വ്യാഴത്തെ നോക്കും, ഇനി 6-ലേക്കാണ്. അപ്പൊ അതനുസരിച്ചുള്ള എന്താണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അപ്പം ഇവരൊക്കെ ഏറശനിയൊക്കെ മാറി എന്നൊരു അവസ്ഥയായിരുന്നു അല്ലേ. ഏറശനിയൊക്കെ മാറി ഇവർക്കൊന്ന് ജീവിതത്തിലേക്ക് നല്ല രീതിയിലൊരു ആശയമൊക്കെ ആയിരുന്നു. പക്ഷെ ഇനി വരാൻ പോകുന്ന കുറച്ചൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അതുപോലെ തന്നെ നമുക്ക് അനാവശ്യമായ പ്രശ്നങ്ങൾ, നമ്മൾ വിചാരിക്കാത്ത പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചാൻസ് കൂടുതലാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ, അത് യോഗ നിർബന്ധമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇമോഷണൽ നല്ല കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ വർഷം എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. സോ ആ കാര്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മൾ അനാവശ്യമായ ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യാൻ, അനാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും പ്രോപ്പർ അഡ്വൈസ് ഇല്ലാതെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോകല്ല. നിങ്ങൾക്കത് ചതി പറ്റാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഒന്നിനും മാറ്റം വരുത്താൻ ശ്രമിക്കേണ്ട. ജോലിയിലായാലും ബിസിനസ്സിലായാലും ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതായിരിക്കും ഉത്തമം. പുതിയ കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുക. അതുപോലെ ഇനി പുതിയ കാര്യങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ അതൊന്ന് ചിന്തിച്ച് നല്ല രീതിയിൽ ചിന്തിച്ചാൽ നല്ല അഭിപ്രായങ്ങൾ സ്വീകരിച്ച ശേഷം മാത്രം പോവുക. നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ളവരുടെ അടുത്ത് നിന്ന് തന്നെ അഡ്വൈസുകൾ സ്വീകരിക്കുക കേട്ടോ. സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നോ അഡ്വൈസ് സ്വീകരിക്കേണ്ട. അല്ല, അതിന്റെ എക്സ്പേർട്ടാണ് നിങ്ങൾ ഇറങ്ങാൻ പോകുന്നത്. എന്താണ് അതിലെന്താ, ആരാണ് എക്സ്പേർട്ട്, അതിലേക്ക് ഇറങ്ങുക. എന്നിട്ട് എക്സ്പേർട്ട് സ്വീകരിച്ച ശേഷം, അഡ്വൈസ് സ്വീകരിച്ച ശേഷം മാത്രം അതിലേക്ക് ഇറങ്ങുക. നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ കൃത്യമായ പരിഹാരങ്ങൾ നമുക്ക് ജീവിതത്തിൽ ലഭിക്കും കേട്ടോ. കൃത്യമായ ചികിത്സയൊക്കെ നമുക്ക് അതിന് ലഭിക്കും. കുടുംബത്തിലായാലും വലിയ കുഴപ്പമില്ലാതെ നിൽക്കാൻ പറ്റും. ചില ചെലവുകളൊക്കെ വർദ്ധിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ, അനാവശ്യമായ ചെലവുകളൊക്കെ ഒന്ന് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കർമ്മസ്ഥലത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വാക്കുകൾ കൊണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈഗോ ഉണ്ടെന്നല്ല, മറ്റുള്ള ഡിഗ്രി ചെയ്യുന്ന രീതിയിലും നിങ്ങൾ പെരുമാറിയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കാൻ ഉത്തമമായിരിക്കും. വാക്ക് സംബന്ധമായിട്ടും ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് എന്താണ് മീനം മുതൽ മീനം വരെയുള്ള ആളുകളുടെ ഫലം എന്ന് പറയുന്നത്. പൊതുവെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കമന്റ് റിപ്ലൈ നൽകുകയോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ നക്ഷത്രവും പേരും താഴെ കമന്റ് ചെയ്യാൻ, നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് വഴിപാടുകൾ ചെയ്യാവുന്ന കേട്ടോ. നിങ്ങളെയും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും കേട്ടോ, പേരും നക്ഷത്രവും. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും
ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയറും ചെയ്യുക.